ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് പോയി, ഇപ്പോൾ ഇന്നലെ കോരി ക്ലീനായിട്ട് കിടക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കി, ഇവിടെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഇത്. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തെന്നെ പിടിച്ചിറക്കിയത് ചവർവാരെ എന്തൊരാവശ്യത്തിന്? 48 മണിക്കൂറിലേറെയാണ് ജോയിക്ക് വേണ്ടി ഈ കേരളക്കര ഒന്നാകെ കാത്തിരുന്നത്. മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ മരണത്തോട് മല്ലടിച്ച ജോയിയുടെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാർ ആരാണ്? ജനം പ്രതികരിക്കുന്നു. റെയിൽവേക്കാർ തന്നെ, അവർ തന്നെ. ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തെന്നെ പിടിച്ചിറക്കിയത് ചവർവാരെ എന്തൊരാവശ്യത്തിന്? മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഴ പെയ്തുകൊണ്ടിരിക്കണം, ശകലം തോന്നണം, അപ്പോഴാണ് ഇവർ ചവർവാര ഇറക്കിയത്. ഇവർ ചവർവാര ഇറങ്ങിയത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആടാ മഴ അങ്ങ് പെയ്തു. പിന്നെ ഒഴുക്ക് വെള്ളമാണ്. ഇതെവിടെ നിന്നെല്ലാം വരണ വെള്ളമെന്നറിയാം. PMGയുടെ അവിടെ നിന്ന് ബേക്കറി ജംഗ്ഷൻ വഴിയെ വരണ വെള്ളമാണ് ഈ വെള്ളം, ഈ ഓടയ്ക്കകത്തൂടെ പോണത്. ആ വെള്ളമാണ് എല്ലാം കൂടെ അടിച്ച് കയറിയത്. അവൻ തന്നെയാണ് കാരണക്കാരൻ. അവിടെ എല്ലാവരും പറഞ്ഞ് ഇറങ്ങരുതെന്ന്. അരയപ്പം വെള്ളത്തിലാണ് ഇറങ്ങിയത്. ഇത്രയും വെള്ളമായപ്പോൾ കയറാമെന്ന് പറഞ്ഞ് അവന്മാരെല്ലാം ആട്ടക്കാരൊക്കെ ചീത്ത വിളിച്ചിട്ടും അവൻ കയറിയില്ല. കഴുത്തപ്പം വെള്ളമായപ്പോൾ കയറിട്ട് കൊടുത്തു, കയറി വാങ്ങും, എന്നിട്ടും കയറിയില്ല. ഇവർ ആരുടെയും തെരച്ചിലിന് ഫലമില്ല, സ്വയം കിട്ടിയതാണ്. ഇതാരും എടുത്ത് കിട്ടിയതല്ല, സ്വയം കിട്ടിയതാണ്. യഥാർത്ഥ കാരണക്കാരാരാന്ന് ചോദിച്ചാൽ മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അല്ല റെയിൽവേയുടെ അവരാണ് അത് ചെയ്യേണ്ടത്. അവർ ചെയ്തതെന്ന് വെച്ചാൽ അത് സമയാസമയങ്ങളിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തങ്ങളാണ്. മാലിന്യം ഇല്ലാണ്ടാക്കുക എന്നുള്ളത് മറ്റു നാട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ ഇതിൽ ജനങ്ങളെന്നേ പറയുള്ളൂ. ജനങ്ങളാണല്ലോ ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. ജനങ്ങളല്ലേ ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. നഗരസഭയല്ലല്ലോ വേസ്റ്റ് ഇടുന്നത്, റെയിൽവേ അല്ലല്ലോ വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് ആരാണോ ഇടുന്നത് അവരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഞാൻ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂട്ടർ വരിക, കാലുകൊണ്ട് ചവിട്ടിയിടുക, പോവുക. ഏത് ഭാഗത്തായിരുന്നാലും ശരി നമ്മളല്ലേ ചെയ്യണം. പിന്നെ ഇത് മാറ്റേണ്ടത് കാലാകാലങ്ങളിൽ സർക്കാർ ചെയ്യേണ്ടതാണ്. ഈ വേസ്റ്റ് മാറ്റേണ്ടത്. അതിപ്പോൾ റെയിൽവേ പറഞ്ഞ അവരല്ല, കോർപ്പറേഷൻ പറഞ്ഞ അവരല്ല. എന്ത് ചെയ്യുക? ഇവർക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത്രയും ഇത് കിടക്കുമ്പോഴേ കോർപ്പറേഷൻ എന്തുകൊണ്ട് ഇത് വാരിയിച്ചില്ല? അവരതല്ല എന്ന് പറയണം, റെയിൽവേയുടെ ആണെന്ന് പറയണം. എന്തുകൊണ്ട് കോർപ്പറേഷൻ ഇടപെട്ട് റെയിൽവേക്ക് കത്ത് കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഒരു മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാം, അല്ലെങ്കിൽ കളക്ടർക്ക് ഓർഡർ കൊടുത്ത് അവരെ കൊണ്ട് ഇത് ചെയ്യിക്കാം? റെയിൽവേ പറയണത് ഞങ്ങളല്ല ഉത്തരവാദി, അവരാണ് ഉത്തരവാദി എന്ന്. അപ്പോൾ ഇത് ആര് സമാധാനം പറയണം? റെയിൽവേക്കും ഉണ്ട് പങ്ക്, ഈ കോർപ്പറേഷനും ഉണ്ട് പങ്ക്. നഗരസഭയല്ലല്ലോ അവരെ ഏൽപ്പിച്ചത്. അവരെ യഥാർത്ഥത്തിൽ ചവറുവാരം വന്നതല്ല, യഥാർത്ഥത്തിൽ ആക്രി പറക്കാൻ വന്നവരാണ്. പിന്നെ കരാറുകാരൻ്റെ ജോലിക്കാരായതുകൊണ്ട് അങ്ങനെ വരുത്തി തീർത്തതാണ്. ഞങ്ങളിവിടെ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയിയുടെ മരണത്തിന് കാരണം ജോയി തന്നെയാണ്. കാരണം ഇവിടെ ചവറ് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാവിലെ തന്നെ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ തമ്പാനൂർ മേഖലയിലുള്ള എല്ലാ വെള്ളവും വന്ന് ചേർന്ന് നിങ്ങളിവിടെ നോക്കിയാൽ കാണാം. 3-4 ഓടയിൽ വന്നിറങ്ങണ വെള്ളം ഒരുമിച്ചാണ് വന്നിറങ്ങുന്നത്. ആ വെള്ളം വന്നിറങ്ങുന്നതിന് മുമ്പേ കൂടെ നിന്ന ആൾ ഞങ്ങളും പറഞ്ഞു കയറെന്ന് പറഞ്ഞു. ഇയാൾ അതിനകത്ത് ഇറങ്ങുമ്പോൾ മദ്യപിച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ, ഈ സ്മെല്ല് കാരണം ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ പറഞ്ഞു തീരുന്നത് വെള്ളം വന്ന് കയറി നമ്മൾ കയറിട്ട് കൊടുത്തിട്ടുള്ളൂ, പിടിക്കാൻ പറ്റില്ല. അയാളുടെ അനാസ്ഥയാണ് സംഭവിച്ചത്. ഇവിടെ പൈസ ഉള്ളത് എന്താണ്? വലിയ അപ്പാർട്ട്മെൻറ്റല്ലേ വാങ്ങുന്നത്. അപ്പാർട്ട്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അവന് വേസ്റ്റ് കളയേണ്ട സ്ഥലമുണ്ടാ? അവൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇതുണ്ടല്ലോ തകരപ്പറമ്പിൽ എല്ലാ ദിവസവും വേസ്റ്റ് വാരുന്നതാണ്. രാവിലെ ആകുമ്പോൾ വീണ്ടും ഇതേ ഒരു ലോഡ് വേസ്റ്റ് വീണ്ടും അവിടെ കിടക്കരുത്. ആര്? നഗരസഭ കൊണ്ടിടുന്നതല്ലല്ലോ, ജനങ്ങൾ കൊണ്ടിടുന്നതല്ലേ. ജനങ്ങൾ ക്രമീകരിച്ചാലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. പഴി പറയേണ്ടത് പൊതുജനത്തിന് തന്നെയാണ്. അവരാണല്ലോ മാലിന്യം കൊണ്ടിടുന്നത്. അത് നീക്കുക എന്നുള്ള ഉത്തരം മുനിസിപ്പാലിറ്റിയുടെ റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. അത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി അതിൻ്റെ ഗുരുതര അവസ്ഥയിൽ വരുമ്പം സർക്കാർ ഉടനെ ഇടപെടും. ചാടി വിടുന്ന കുറേ ആളുകളും കുറേ രാഷ്ട്രീയക്കാരും കുറേ സാമൂഹ്യ പ്രവർത്തകരും എല്ലാം ഓടി ഒന്ന് കുറേ അഭിപ്രായങ്ങൾ പറയും. ഇന്ന് നിങ്ങൾ നോക്കിയിട്ട് പോയി, ഇപ്പോൾ ഇന്നലെ കോരി ക്ലീനായിട്ട് കിടക്കുകയാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് വന്ന് നോക്കി, ഇവിടെ കംപ്ലീറ്റ് ഫുള്ളായിട്ട് ഇതായി.